കൊച്ചി മാടവനയിൽ അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസിന്റെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിൽ പിൻഭാഗത്ത് ഇടതുവശത്തെ ടയറുകൾക്ക് വലിയ തേയ്മാനം ഉണ്ടായിരുന്നതായും കണ്ടെത്തൽ. മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. റിയ ബീബി ചേരുന്നുണ്ട്. റിയ, അപകടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പരിശോധനയാണ്. ആ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് വരുന്നത്? ഇപ്പോൾ വീഴ്ചകൾ സമാനമായി. പ്രതീഷ്, ഇന്നലെ കല്ലട ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരു ബൈക്ക് യാത്രികന് മരണം സംഭവിക്കുകയും 14 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ബസ് കസ്റ്റഡിയിലെടുത്ത് RTO ജോയിന്റ് RTO ചേർന്ന് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിലായിരുന്നു ബസിന്റെ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇടതുഭാഗത്തെ 2 ടയറുകളും തേഞ്ഞ നിലയിലായിരുന്നു എന്നുള്ള കണ്ടെത്തൽ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള പ്രഥമ ദൃഷ്ടിയാലുള്ള പ്രശ്നങ്ങൾ ഈ ബസ് നടത്തിയ പരിശോധനയിലുണ്ട്. മാത്രമല്ല, തമിഴ്നാട് വഴി വരേണ്ടിയിരുന്ന ബസ് വയനാട് വഴിയായിരുന്നു വന്നത്. അപ്പോൾ സമയക്രമത്തിൽ വലിയ മാറ്റമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അമിത വേഗതയിലായിരുന്നിരിക്കാം, 8 മണിയോടെ കൊല്ലത്തൊക്കെ എത്തേണ്ടിരുന്ന ബസ്സാണ്, അമിത വേഗതയിലായിരുന്നിരിക്കാം വന്നതെന്നൊരു സംശയം കൂടി ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ RTO ജോയിന്റ് RTO അടക്കമുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിലും ഒപ്പം തന്നെ ഇടതുഭാഗത്തെ 2 ടയറും തേഞ്ഞതാണ് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിരിക്കുന്നത്. റിയ, ഒരാളുടെ ജീവൻ പൊലിഞ്ഞു. വലിയ അപകടത്തിൽ നിന്നും തലനാഴിലേക്കാണ് പലരും രക്ഷപ്പെടുന്നത്. ഈ നിലയ്ക്കിനി പരിശോധനകൾ വിശദമായി തന്നെ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമോ? അപ്പം ഈ സമാനമായിട്ടൊക്കെ ഓടുന്ന ബസ്സുകൾക്കെതിരെയൊക്കെയുള്ള ശക്തമായ നടപടികൾ സംബന്ധിച്ചൊക്കെയുള്ള ആലോചനയുണ്ടോ? ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഉണ്ടായ അപകടം അത് ജിജോ സെബാസ്റ്റ്യൻ എന്ന 33കാരന്റെ ബൈക്ക് യാത്രികനായ 33കാരന്റെ ജീവൻ എടുത്തതാണ്. ബസ്സിലുണ്ടായിരുന്ന 14ഓളം പേർക്ക് പലതരത്തിലുള്ള പരിക്കുകളുണ്ട്. ആരോഗ്യനില ഗുരുതരമല്ല എന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെയാണ് അതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കണ്ടെത്തലുകളുള്ളത്. ആദ്യഘട്ടത്തിൽ സിഗ്നലുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സിഗ്നലിന്റെ സ്ഥാനം, മുന്നറിയിപ്പുകളില്ല തുടങ്ങിയ വലിയ വിമർശനങ്ങൾ കൂടി ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. സംവിധാനത്തിന്റെ വിമർശനങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഈ ബസിന്റെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതും ഒപ്പം തന്നെ ടയറുകൾ കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചുള്ളതായിരുന്നില്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല, അത് തേഞ്ഞതായിരുന്നു എന്ന കണ്ടെത്തൽ, അതും ഇടതുഭാഗത്തെ 2 ടയറുകളും, ഈ കണ്ടെത്തലുകൾ കൂടി ചേർത്ത് വായിക്കുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ നിരവധി ബസ്സുകളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, ബാംഗ്ലൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ദിനംപ്രതി വരുന്നത്. പലതിനും കൃത്യസമയക്രമം പാലിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അമിത വേഗതയിൽ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെയും അത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്നത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 8 മണിയോടെയൊക്കെ കൊല്ലത്തെത്തേണ്ടിയിരുന്ന ബസ്സാണ്. അത് വയനാട് വഴി മാനന്തവാടി വഴി വന്നതുകൊണ്ട് അല്പം സമയം വൈകിയിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ അമിത വേഗത എടുത്തിരുന്നോ എന്നതൊക്കെ ഇനി പരിശോധിക്കുന്നുണ്ട്.